ബാങ്കിങ് സൊല്യൂഷൻസ് മാത്സ് മാസ്റ്ററില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിന് നമുക്ക് മൂന്ന് പ്രിൻസിപ്പൽ പി പ്രിൻസിപ്പൽ. ആറെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ്. ടി മീൻസ് ടൈം. പീരീഡ്, എത്ര പീരീഡ് എന്നുള്ളതാണ് ടി ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ മൂന്ന് ലെറ്റേഴ്സ് ഉള്ളത് ടി പ്രിൻസിപ്പൽ, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടി ടൈം. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല I is equal to PRT by 100. PRT by 100. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. PRT by 100 rupees 10,000 at the rate of 10% for 3 years. പറഞ്ഞു കഴിഞ്ഞാൽ I is equal to എന്താണ് ഫോർമുല PRT by 100. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്, ബേസിക്സ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആദ്യം പറയുന്നത്. പിന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പിന്നീട് പോകാം. ഷോർട്ട് കട്ട്സ് എല്ലാം പിന്നെ ഡിസ്കസ് ചെയ്യും. That is 10,000 into rate of interest, 10 into time, 3 years, 3 by 100. PRT by 100 10,000 into 10 into 3 by 100. ഇതേപോലെ rupees 10,000 at the rate of 10% for 3 months. For 3 months. അങ്ങനെ വന്നാൽ I is equal to വീണ്ടും ഫോർമുല എഴുതണ്ട. 10,000 into 10 by 100 into 3 by 12. അപ്പൊ മന്ത്സ് വന്നു കഴിഞ്ഞാൽ താഴെ 12 എഴുതണം. 4 months ആണെങ്കിൽ 4 by 12, 6 months ആണെങ്കിൽ 6 by 12, 2.5 months വരാം, 2.5 മാസം വരാം. അപ്പൊ 2.5 by 12 എഴുതണം. ഇവിടെ എന്താണ് 10,000 at the rate of 10% for 3 months. അങ്ങനെ വന്നാൽ 10,000 into 10 by 100 into 3 by 12. Again, ഇനി ഒരെണ്ണം കൂടെ നോക്കണം. Rupees 10,000 at the rate of 10% for 50 days. നമ്മൾ 3 കാര്യങ്ങൾ നോക്കി. 3 years നോക്കി, 3 months നോക്കി, 50 days നോക്കി. 50 days വരുമ്പോൾ I is equal to 10,000 into 10 by 100 into 50 by 365. ടോട്ടൽ 365 എടുക്കണം ഒരു വർഷം. അപ്പൊ 10,000 into 10 by 100 into 50 by 365. ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ട 3 കാര്യങ്ങൾ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇഫ് എ സം ഡബിൾസ് ഇൻ 5 years. ഇപ്പൊ എത്ര എമൗണ്ട് ആയിക്കോട്ടെ, 10,000 1 lakh 20,000, അത് ഡബിൾ ആവുന്നു. 5 വർഷം കൊണ്ട് ഡബിൾ ആവുന്നു. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ 100 by n നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ 100 by 5 is equal to 20%. ഇപ്പൊ 10 years ആണെന്ന് വയ്ക്കും. 10 years ഡബിൾ ആവുന്നു. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ R is equal to 100 by 10 is equal to 10%. ഇതേപോലെ തന്നെ in simple interest, if a sum doubles at the rate of 20%, sum 20% വെച്ച് ഡബിൾ ആകുന്നു. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് n is equal to 100 by R ആയിരുന്നു. 100 by R. ഇവിടെ എന്ത് ചെയ്യണം? 100 by 20 is equal to 5 years. 5 years അങ്ങനെ. അപ്പൊ അത് വേറെ ഏത് ഇയർട്ടാലും കിട്ടും. നമുക്ക് എന്താ ഇയർട്ടാലും ചെയ്യാം. അതൊരു പെർസെന്റേജ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാണാം? നമ്പർ ഓഫ് ഇയേഴ്സ് കാണാം. ഇപ്പൊ 10% ആണെങ്കിൽ n is equal to 100 by 10 is equal to 10 years കിട്ടും. അപ്പൊ എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റില് ഒരു സം ഡബിൾ ആവുന്നു അറ്റ് ദ റേറ്റ് ഓഫ് R% ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് കാണാൻ എന്താണ് 100 by R ആയിരിക്കും. അത് തിരിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ 100 by n ആയിരിക്കും. ഇതുപോലത്തെ ടിപ്സ് നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം മാത്സ് മാസ്റ്ററിന്റെ അടുത്ത സെഷൻ. താങ്ക് യു.